കുറച്ചധികം നാളായിട്ട് ഞാൻ ഈ വേട്ടാവളിയത്തിയുടെ വീഡിയോ ആയിട്ടൊന്നും വരാറില്ല. കാരണം ഇവളെ കാണുമ്പോഴത്തേക്ക് നമ്മൾ ഉടനെ ലൈനത്തുള്ള ലേഹി എന്ന് പറയണം. ഒരു 1000 വട്ടം പറഞ്ഞാൽ പോലും മതിയാകത്തില്ല ഇവളുടെ മുഖം ഒരു പ്രാവശ്യം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ. അത്രത്തോളം സമൂഹത്തിൽ വെറുക്കപ്പെടേണ്ട ഒരു പുഴുത്ത ജന്മം, സ്ത്രീകൾക്ക് അപമാനമായിട്ടുള്ള ഇതുപോലെ വൃത്തികെട്ട കുറെ കൂതറകൾ സംഘപരിവാറിന്റെ ആസനം താങ്ങി അവന്റെ മൂടും താങ്ങി നടക്കുക. ഈ മുക്കാൽ അങ്ങോട്ട് ഉപേക്ഷിച്ചിട്ട് മുഴുവനുള്ളതും കൊണ്ടാണ് നടക്കുന്നത്. പക്ഷെ ഉള്ളതെല്ലാം മുക്കാലിൽ ഉണ്ടായിട്ടുള്ളതാണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാല്ലേ. കഴിഞ്ഞ ദിവസം മകള് ഡോക്ടറായിട്ട് പഠിക്കണം, അപ്പോൾ അവക്ക് പഠിക്കാൻ വേണ്ടി ഒരുപാട് പണം ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാണക ബൈജു വന്നിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവന്റെ ചാനലിനകത്ത് QR കോഡും അതുപോലെ തന്നെ ബാങ്ക് ഡീറ്റെയിൽ ഒക്കെ വെച്ചുകൊണ്ട് തെണ്ടുകയാണ് ഈ വൃത്തികെട്ട ഊളകൾ. അപ്പോൾ നമ്മുടെ അപ്പി ബൈജുവിന്റെ ഏറ്റവും അടുത്ത സഹോദരി ആണെന്നൊക്കെയാണ് പറയുന്നത്. ഏത് രീതിയിലുള്ള സഹോദരിയാണെന്നുള്ളതിനെ കുറിച്ചൊന്നും നമുക്ക് അറിയത്തില്ല. ഈ ഇറാൻ ഇസ്രയേൽ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ട് ഇതുപോലത്തെ ചില മരവാണങ്ങൾ വന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്. 10 പൈസയുടെ വിവരമില്ലാത്ത ഈ വേട്ടാവളിയെത്തി ഇസ്ലാമിൽ വലിയ കൊണാണ്ടറാണെന്നൊക്കെ പറഞ്ഞ് നടന്ന് കുറെ കുട്ടികളെയൊക്കെ മദ്രസയിലൊക്കെ ഓദിപ്പിച്ച് പിന്നീട് സ്വന്തമായിട്ട് നിന്നിട്ട് ഇമാമ് നമസ്കരിച്ച് വലിയ വിപ്ലവങ്ങളൊക്കെ ഉണ്ടാക്കി ഇസ്ലാം പറയുന്നത് മൊത്തം തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില നാസ്തിക ഓളികളുടെ കൂടെ കൂടിയിട്ട് ഈ ഇസ്ലാമിനെ കുറിച്ചിട്ട് അങ്ങ് കീറി അങ്ങ് ഒട്ടിക്കല. കാരണം ഇവള് അങ്ങോട്ട് ഇരുന്നോട്ട് കുരച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്തുള്ള സകലമാന ഇസ്ലാം മത വിശ്വാസികളും ഈ ഇസ്ലാമൊക്കെ ഉപേക്ഷിച്ച് അങ്ങ് പോകുമെന്നാണ് ഇവളുടെ ഒരു വിചാരം. ലോകത്ത് ഏതാണ്ട് 250 ബില്യണോളം മുസ്ലിങ്ങളുണ്ട്. ഇന്ത്യയിൽ ഏതാണ്ട് 26-നും 30-നും ഇടയ്ക്ക് മുസ്ലിങ്ങളുണ്ട്. അതിൽ എത്ര എണ്ണം ഉണ്ടാകും നാസ്തികവാണങ്ങൾ? കേരളത്തിൽ 1 കോടിയിൽ വരുന്ന മുസ്ലിങ്ങളുണ്ടാകും. അതിനകത്ത് എത്ര എണ്ണം ഉണ്ടാകും? എണ്ണി പറയാനാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഈ വൃത്തികെട്ടവള്, മറ്റൊന്ന് ഹാർപ്പിക്ക്, പിന്നെ 2-3 വൃത്തികെട്ട ഊളകളുമാണ് ഈ നാസ്തിക ഊളികളായിട്ട് അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്നും പുറത്തു പോയിട്ട് ഇസ്ലാമിനെ കുറിച്ചിട്ട് വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളൊരു മതപണ്ഡിതൻ ഇസ്രയേലും ഇറാനുമായിട്ടുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്തു കൊടുത്ത സംഘപരിവാർ കാസ വിഭാഗവും പിന്നെ ഈ മുസംഗിയായിട്ടുള്ള ഇതുപോലെ തന്തയ്ക്കും തള്ളയ്ക്കും പിറക്കാത്ത കുറെ പിഴച്ച ജന്മങ്ങളുമാണ്. അല്ലാതെ വേറെ ആരും ഈ രാജ്യത്തെ ഉള്ള ഭൂരിപക്ഷം വരുന്ന ആൾക്കാരും ഈ യുദ്ധത്തെ സപ്പോർട്ട് ചെയ്യുന്നവരോ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നവരോ അല്ല എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം ഇറാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയാൻ മേലാത്ത, അല്ലെങ്കിൽ ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഏതെങ്കിലും ഒരു രാജ്യത്ത് കടന്നു കയറി ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഇന്ത്യക്കാരെ ആരെങ്കിലും ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അനാവശ്യമായി പിടിച്ചു വെക്കുകയോ ചെയ്തിട്ടുണ്ടോ? ഇന്ത്യക്കാരെ ഒന്നും ഈ പറയുന്ന രാജ്യത്തുള്ള ആളുകൾ ആരും ഇങ്ങനെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തുകയോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ അവരെ തടങ്കലാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. വളരെ സൗഹാർദ്ദപരമായി പൊക്കോണ്ടിരുന്ന ഒരു ഇറാനും ഇന്ത്യയും നമുക്ക് മുൻപുണ്ടായിരുന്നു. ഈ 2014 ശേഷമാണല്ലോ ഈ ഇസ്രയേലിന്റെ ചിന്താഗതി വെച്ച് നടക്കുന്ന ചിലവന്മാരി നമ്മുടെ രാജ്യം ഭരിക്കുന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ പറയാൻ ഇവർക്കൊക്കെ ലൈസൻസ് കൊടുക്കുന്നത്. ഇവിടെ ഒരു പുതിയ രോദനം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾ കേൾക്കാതെ പോലും കേട്ടിട്ട് ഇവരുടെ അസ്ഥാനത്ത് തന്നെ നിങ്ങൾ ഇതിനൊരു മറുപടി കൊടുക്കണം. അപ്പൊ നമുക്ക് എന്താണ് ഈ കൂതറ ഇവള് പറയുന്നതെന്നൊന്ന് കേട്ടിട്ട് കുറച്ചുകൂടെ കാര്യം പറയാം. അലിയാർ കാസിമിയെ പോലെ ഒരു കൊടും ഭീകരന് സ്വാഭാവികമായും ഇന്ത്യ മഹാരാജ്യത്തിരുന്നു മാത്രമേ ഇറാനു വേണ്ടിയും ഗാസയ്ക്കു വേണ്ടിയും നിലവിളിക്കാൻ സാധിക്കൂ. കാരണം ഇപ്പോ അമേരിക്കയെയും ഇസ്രായേലിനെയും ബഹ്റൈനിലോ ഖത്തറിലോ ഇരുന്ന് തെറി പറഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? അനുകൂലിച്ചാലോ? ഇപ്പോ UAE-ക്കും സൗദിക്കുമൊക്കെ ഇറാന്റെ ഭാഗത്തു നിന്നും നല്ല രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. തിരിച്ചടിക്കാൻ നട്ടലില്ല, ഇരുന്നോട്ടെ. അതിന് വേണമെങ്കിൽ അമേരിക്കയുടെ സഹായമില്ലെങ്കിൽ അവർക്ക് നിൽക്കാൻ പറ്റില്ല. പക്ഷേ ഈ അറബ് രാഷ്ട്രങ്ങൾ ഖത്തർ, കുവൈറ്റ്, പിന്നെ UAE, സൗദി അറേബ്യ, ബഹ്റൈൻ എവിടെയെങ്കിലും ഇരുന്നിട്ട് ഇറാനു വേണ്ടി നിലവിളിക്കാൻ, അമേരിക്കയെയോ ഇസ്രയേലിനെയോ തെറി പറയാൻ ഈ പുലിയാർ കാസിമിമാർക്ക് പറ്റുമോ? ഇളി പൊക്കി വളിവിടാൻ പറ്റില്ല. അതിനുള്ള ധൈര്യം ആ രാജ്യങ്ങളിൽ ഇരുന്ന് ഇവർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോ ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യം കണക്കിലെടുത്ത് അവർക്ക് മുസ്ലിം വേട്ടയെന്നു പറഞ്ഞ് ഇവരെ ആരും ഒന്നും പറയാൻ പാടില്ലാത്ത രൂപത്തിൽ ഇവർക്ക് സേഫ് സോണിൽ നിന്നിട്ട് തീവ്രവാദത്തെ അനുകൂലിക്കാൻ സാധിക്കുന്നു. ഇത് തന്നെയായിരുന്നു ഇസ്രയേലും ഹമാസും തമ്മിലുണ്ടായിരുന്ന വിഷയത്തിലും. ഇവിടെ ഇരുന്നിട്ട് ഗാസയ്ക്ക് വേണ്ടി നെഞ്ചിലിടിച്ച് നിലവിളിച്ച ഈ നാറികൾ എപ്പോഴെങ്കിലും നൈജീരിയയിൽ കൊന്നൊടുക്കപ്പെടുന്ന ക്രിസ്ത്യാനികൾക്കു വേണ്ടി, ആ പൈതലുകൾക്ക് വേണ്ടി ഒരിറ്റ് കണ്ണുനീർ, ഒരു വാക്ക്, ഒരു നോക്ക് അങ്ങോട്ടേക്ക് പായിപ്പിച്ചിട്ടുണ്ടോ? ഓൾ ഐസ് ഓൺ റാഫ, ഓൾ ഐസ് ഓൺ ഗാസ എന്ന് പറഞ്ഞിട്ട് വലിയ രൂപത്തിൽ ക്യാമ്പയിനുകൾ ഉണ്ടാക്കിയ ആളുകൾ, ബംഗ്ലാദേശിൽ കൊന്നൊടുക്കപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ, ബലാത്കാരം ചെയ്യപ്പെടുന്ന പെൺകുട്ടികളുടെ വേദന ഇവർ കണ്ടോ? ഇവരവരോട് ഐക്യപ്പെട്ടോ? സാധിക്കില്ല. കാരണം എന്താ? ഇവരുടെ ഉള്ളിൽ ഇവരെ നയിക്കുന്നത് ഈ 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര മത തീവ്രവാദമാണ്. അതുകൊണ്ട് കഴിയില്ല. ഈ പുലിയാർ കാസിമി ഇന്നലെ
വേദഗ്രന്ഥം നഷ്ടപ്പെട്ട ജനത എന്ന് പറഞ്ഞിട്ട് ജൂതന്മാരെ അറഞ്ചം പുറഞ്ചം പറഞ്ഞു. അല്ല ഉസ്താദെ, ഇന്ന് 145ഓളം ഖുർആനുകൾ ഉണ്ടല്ലോ, ഇതിലേതാ ശരിയായ വേദഗ്രന്ഥം? ഇതിലേതാ നബി കണ്ടിട്ടുള്ള പുസ്തകം? ഇതിലേതാ ജിബ്രീൽ കൊണ്ടുവന്ന സന്ദേശം? ഇതിലേതാ ലൗഹുൽ മഹ്ഫൂദില് അള്ളാഹു സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പുസ്തകം? ഇതിലേതാ? എണ്ണമറ്റ പുസ്തകങ്ങളും കണ്ടെയ്നറുകളിൽ എടുത്താലും തീരാത്തത്ര വിശദീകരണങ്ങളും ഒക്കെയായി തലതിരിഞ്ഞ 6-ാം നൂറ്റാണ്ടിലെ ഗോത്രമത ആശയങ്ങൾ ഈ പാവപ്പെട്ട മുസ്ലിം സമുദായത്തിന്റെ തലയിൽ കെട്ടിവെക്കുമ്പോൾ ഉസ്താദെ, ഞങ്ങളെ പോലെയുള്ള ആളുകൾ അവർക്ക് മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടം പോലെ അത് പടുകുഴിയാണ് എന്ന് പറഞ്ഞു കൊടുക്കാനുണ്ടാകും എല്ലാ കാലത്തും. കുട്ടികളെയും നിരപരാധികളെയും കൊല്ലാൻ യേശുവിനോട് പ്രാർത്ഥിക്കുന്ന ലോക ക്രിമിനൽ എന്നാണ് ഇദ്ദേഹം ഇസ്രായേലിനെയും അമേരിക്കയെയും പറഞ്ഞത്. ലോക ക്രിമിനലുകളുടെ എണ്ണം വേണോ ഉസ്താദിന്? എണ്ണമറ്റ തീവ്രവാദ സംഘടനകളുടെ പേരുകൾ വേണോ? അവർ ഓരോ ലോക രാഷ്ട്രങ്ങളിലും കടന്നു കയറിയിട്ട് അവിടെയൊക്കെ കൊന്നൊടുക്കുന്ന ആളുകളുടെ ലിസ്റ്റുകൾ വേണോ? പേര് വിവരങ്ങൾ വേണോ? ആക്രമിച്ച കാലഘട്ടം വേണോ? എത്ര വേണം? ഇതൊന്നും അറിയാത്തവരല്ല ഇയാളെ പോലെയുള്ള വർഗീയവാദിയുടെ പ്രസംഗങ്ങൾ കേൾക്കുന്ന ആളുകൾ. പക്ഷേ അവർക്ക് നന്നായി സുഖിക്കുന്നുണ്ട്. കാരണം ലോക ക്രിമിനൽ എന്ന് ഇസ്രായേലിനെയും അമേരിക്കയെയും വിളിക്കുമ്പോൾ ലോക ക്രിമിനൽ എന്ന ഐസിസിനെ വിളിക്കാൻ പറ്റില്ല, പാകിസ്ഥാനെയും അഫ്ഗാനെയും വിളിക്കാൻ പറ്റില്ല, സ്വന്തം ജനതയെ കൊന്നൊടുക്കുന്ന ഇറാനെ വിളിക്കാൻ പറ്റില്ല. കാരണം അണ്ടിയുടെ അറ്റം നോക്കി മാത്രം ആദർശം പറയുന്ന ഈ തെണ്ടികൾക്കറിയില്ല ഈ തീവ്രവാദത്തിന്റെ ആഴവും പരപ്പും ലോകത്തിനറിയാമെന്ന്. ഇന്ന് ലോക രാജ്യങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ വളിയാർ കാസിമി പറയുന്നതിന്റെ കുറച്ചൊരു ഭാഗം ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു, ബാക്കി കുറച്ചുകൂടി നിങ്ങളൊന്ന് കേൾക്കുക. ഫാമിലി കുടുംബമായിട്ട് താമസിക്കുക. മകനെ ഇവള് പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം ടെക്സാസിൽ നിന്ന് അദ്ദേഹം കാലിഫോർണിയ ഒരു മനുഷ്യൻ പറഞ്ഞു മരിക്കുന്നതാണ് മുത്തശ്ശിയെ. അവൻ അത് കഴിഞ്ഞപ്പോൾ അവന്റെ കരിപ്പ് മൂത്തിട്ട് അവന്റെ പള്ളിക്കൂടത്തിൽ പോയി 18 പേരെ കൂടെ കൊന്നു വെടിവെച്ച്. കഴിഞ്ഞ വർഷത്തെ വാർത്തയാണല്ലോ. എന്നെ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് അമേരിക്ക, നമ്മൾ കൊതിയോടെ കാണുന്ന അമേരിക്ക. ആ സമൂഹം വാസ്തവത്തിൽ ഇന്ന് വലിയ വില കൊടുക്കുകയാണ്. വിസ കിട്ടിയാൽ അമേരിക്കയിൽ പോകണം കേട്ടോ. അവന്മാരുടെ മൂഞ്ചിട്ടേ ഇവനൊക്കെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അത് വേണം, നല്ല മെച്ചപ്പെട്ട ചികിത്സ വേണമെങ്കിൽ അതിനും പോകാൻ ഒരു മടിയുമില്ല. അമേരിക്കക്കാരന്റെ പണവും വേണം, ഫണ്ടും വേണം, അവരുടെ ആധുനികമായിട്ടുള്ള സംവിധാനങ്ങൾ എല്ലാം വേണം. അത് ഉപയോഗിച്ചിട്ട് അമേരിക്കക്കാരനെ തെറിയും പറയണം. തൗറാത്ത് വലിച്ചെറിഞ്ഞപ്പോൾ ലോകത്തെ ഏറ്റവും മോശം എക്സാമ്പിൾ, ക്രൂരതയുടെ പര്യായങ്ങൾ. അല്ല, തൗറാത്ത് അവർ വലിച്ചെറിയത്തില്ലായിരുന്നല്ലോ, അള്ളാഹു ഇണക്കിയതിനെ അള്ളാഹു അങ്ങ് സംരക്ഷിച്ചാ പോരായിരുന്നോ? ബൈബിൾ വലിച്ചെറിഞ്ഞപ്പോൾ, ഇഞ്ചീൽ വലിച്ചെറിഞ്ഞപ്പോൾ അതൊക്കെ എന്തിനാ വലിച്ചെറിയേണ്ടി വന്നത്? അള്ളാഹു ഇറക്കിയതാണെങ്കിൽ അള്ളാഹുവിന് അതിന് പ്രൊട്ടക്ഷൻ ഉണ്ടാക്കാൻ പറ്റില്ലേ? ഏറ്റവും വലിയ ഭീകരന്മാർ ഇസ്ലാമിക സമൂഹം അള്ളാഹുവിന്റെ ഖുർആൻ വലിച്ചെറിഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും മക്കൾ നാളെ വീടുകളിൽ ലോക ഭീകരന്മാരായി മാറും. ഖുർആൻ കയ്യിലുണ്ടെങ്കിലാണ് ഉസ്താദെ ഭീകരന്മാരാകുക. ഖുർആൻ കയ്യിലുണ്ടെങ്കിലാണ് ഹമാസും ഐസിസും ലഷ്കർ ഇ തൊയ്ബയും അൽ ഖ്വയ്ദയും പോലെയുള്ള തീവ്രവാദ സംഘടനകളായി മാറുക. അള്ളാഹു അക്ബർ എന്ന് വിളിച്ച് ഒരു കയ്യിൽ പുസ്തകവും മറുകൈയിൽ ആയുധവും ഏന്തി സാധാരണക്കാരന്റെ തലയ്ക്ക് മീതെ ഇവരെ വാളോങ്ങുന്നത് ഈ പുസ്തകം കയ്യിലുള്ളത് കൊണ്ടാണ്. ഇത് ഇന്ന് സൗദി അറേബ്യയിലെ ഓടയിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്തുകൊണ്ടാണ്? UAE-യിലെ അഴുക്ക് ചാലുകളിൽ ഖുർആനുകൾ പ്രത്യക്ഷപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഇറാന്റെ തെരുവോരങ്ങളിൽ ഖുർആനുകൾ നിന്ന് കത്തുന്നത് എന്തുകൊണ്ടാണ്? ഇതിനകത്തുള്ളത് എന്താണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ കേട്ടല്ലോ, ഈ അറ്റം പോയ ഒരുത്തലുണ്ടായിട്ടുള്ള ഒരു സാധനമാണ് ഇത്. പിന്നെ ഇവള് വളർന്ന് വലുതായി ഒരറ്റം പോയി ഒരുത്തനെ കെട്ടി അതിലുള്ള മക്കളാണ് ഇപ്പൊ കൂടെ ഉള്ളത്. ഇപ്പം അറ്റം പോകാത്ത മുഴുവനുള്ള ഒരുത്തന്റെ കൂടെയാണ് ഇപ്പോൾ ഉള്ളത്. ഒരുത്തനെന്നൊക്കെ പറയുന്നു, ആരൊക്കെയോ എന്തോ നമുക്കറിയില്ല. അപ്പം ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തെയും അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെയും കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊക്കെ വർഗീയവാദിയാകും, അവനൊക്കെ തീവ്രവാദിയാകും. ലോകം കണ്ടതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ ക്രൂരന്മാരും പിശാചിന്റെ ജന്മവുമാണ് ഈ അമേരിക്കയും ഇസ്രയേൽ എന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കുക. എത്ര 10,000 40,000 കുഞ്ഞുങ്ങളെ കൊന്നൊടിക്കട്ടുള്ള ഈ നരാധമന് വേണ്ടി വന്നിരുന്നുണ്ട്. ഘോരം നീ ഞരമ്പ് പൊട്ടി ഇങ്ങനെ വിളിച്ചു പറയുമ്പോഴത്തേക്ക് ഒരൊറ്റ കീഴ്വായി പോയി കഴിഞ്ഞാൽ നീ സ്പോട്ടിൽ തീർന്നു പോകും. നീ വന്നിരുന്നുണ്ട് ഇങ്ങനെ ഈ ജൂതന്മാർക്ക് വേണ്ടി ഇങ്ങനെ കിടന്ന് കുരയ്ക്കുമ്പോഴത്തേക്കുണ്ടല്ലോ, നിന്റെയൊക്കെ എന്ത് ആദർശമാണ് രീതിയൊക്കെ. നിന്റെ സ്ത്രീ കുലത്തിന് തന്നെ അപമാനമാണ് നിന്നെപ്പോലുള്ള ആലാങ്കട -- അത് ഞാൻ പറയത്തില്ല. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ തന്നെ അത് ഫില്ല് ചെയ്ത് പൂരിപ്പിക്കുക. ഇവക്ക് അനുയോജ്യമായിട്ടുള്ള പേരുകൾ നിങ്ങൾ തന്നെ കണ്ടെത്തുക. ഇസ്രയേലിനെയും അമേരിക്കയും കുറിച്ചിട്ടൊരു അക്ഷരം മിണ്ടിപ്പോരും. അവർ മിണ്ടുന്നവരെല്ലാം തീവ്രവാദികളായിരിക്കും. മനസ്സിലായല്ലോ. ാണ് ഈ ഇറാന് ഇപ്പൊ കയറിയിട്ട് ഈ ഇസ്രയേലും അമേരിക്കയും കയറി ചൊറിഞ്ഞത്. 10-50 പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ കൊണ്ട് ബോംബിട്ട് അവരെ കൊന്നതിലൊന്നും നിനക്ക് ഒരു വേദനയില്ലേ? നീ ഇപ്പൊ ഈ കാണുന്നില്ലേ, ഇത് ഈ റമദാൻ തുടങ്ങിയിട്ടും ഇന്ത്യ നമ്മുടെ സ്വന്തം രാജ്യത്ത് നടന്നിട്ടുള്ള അനീതികളുടെ ഒരു വാർത്തയാണിത്. ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു വാർത്ത പറയാൻ നിനക്ക് ആംബിയറുണ്ടോ? നിനക്ക് നട്ടലുണ്ടോ? നീ സത്യസന്ധമായിട്ട് വാർത്ത ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഈ സംഘപരിവാർ കാണിച്ചു കൂട്ടി ഈ തെമ്മാടിത്തിനെതിരെ ഒരക്ഷരം നീ മിണ്ടുകയാണെങ്കിൽ നാളെ നീ പറയുന്ന ജോലി ഞങ്ങൾ ചെയ്തുതരാം. നീ മിണ്ടില്ല, കാരണം നിനക്ക് ആദർശവും ഇല്ല,
ഒരു പുല്ലുമില്ല. സംഘപരിവാറും കാസായും ഇവനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവർ കോരിത്തരുന്ന അമേദ്യം കുടിച്ചിട്ട് വന്നിരുന്നുണ്ട് തെണ്ടിത്തരവും തെമ്മാടിത്തരവും പറയുന്നത് ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ചാണ് നീ പറയുന്നത്. അതേ സ്പോട്ടിൽ പറയാനായിട്ടുള്ള അവകാശവും അധികാരവും ഈ പറയപ്പെടുന്ന ആൾക്കാർക്കും ഉണ്ട് എന്നുകൂടെ നീ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നല്ലത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ബാക്കി മറുപടി തരാം. ബാക്കി നിങ്ങൾ തന്നെ കൊടുക്കുക. അടുത്ത് വരാം.